പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NASന്റെ +2 സോഷ്യോളജി ഹ്യൂമാനിറ്റീസിലെ വളരെ പ്രധാനപ്പെട്ട പേപ്പറാണ്. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. 2024 ഒക്ടോബർ ബാച്ച് നടന്ന എക്സാമിൻ്റെ 3 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറും ആണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ആദ്യമായിട്ട് ന്യൂ സിലബസ് അനുസരിച്ചുള്ള എക്സാം നടക്കുന്നത്. 2024 ഏപ്രിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ സോഷ്യോളജി ക്ലാസിൻ്റെ അടിയിൽ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ 2024 ഒക്ടോബർ തൊട്ട് മുമ്പ് നടന്ന എക്സാമിൻ്റെ 3 മാർക്കിൻ്റെയാണ്. ഇതിൽ വരുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ 2 വീഡിയോ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 3 മാർക്കിന്റെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. നമ്മുടെ ഡേറ്റ് ഷീറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. 2025 ഏപ്രിലിൽ നടക്കുന്ന എക്സാമിൻ്റെ ഒക്കെ ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ട്. ഉച്ചക്ക് 2:30 മണി മുതൽ 5:30 മണി വരെയാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 80ലേക്ക് കൺവേർട്ട് ചെയ്യും. ഏകദേശം 33%, 26 മാർക്ക് നിങ്ങൾ എഴുതി പാസ്സാണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. നമ്മളത് മലയാളം മീഡിയത്തിൽ നമ്മൾ പരീക്ഷ എഴുതുന്നവരാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും +2 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ എഴുതി അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഗൈഡിലും അതേ രീതി തന്നെയാണ്. അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ 32ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് 3 മാർക്കിന്റെ കണ്ടത്. 32ൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എയും ബിയും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതും. 3 മാർക്ക് നമ്മൾ എഴുതുന്ന പേപ്പറിന്റെ പകുതി ഭാഗമെങ്കിലും ഉൾക്കൊള്ളിക്കുക. ഒരു A4 ഷീറ്റിന്റെ വലിപ്പമുള്ള പേപ്പറാണ്. അതിന്റെ പകുതി ഭാഗം 3 മാർക്കിലാണ്. ഒരു ബുക്കിലേറ്റ് മോഡലായിരിക്കും നിങ്ങൾക്ക് എക്സാം ഷീറ്റ്. പേപ്പറുകൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഡിസ്ക്രൈബ് ഹൗ ദിസ് സബ്ജക്ട് മേജർ പൊളിറ്റിക്കൽ സയൻസ് ഡിഫറെന്റ് ഫ്രം സോഷ്യോളജി. പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഏകദേശം ഇത് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. മലയാളം മീഡിയത്തിൽ എഴുതുന്നവർ ഗൈഡിൽ നമുക്ക് നേരെ കാണാൻ കഴിയും. സോഷ്യോളജി വിത്ത് അതർ സബ്ജക്റ്റുമായി ഏതുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ ഏതൊക്കെയാണെന്നതിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ബന്ധം ഒരു ടേബിൾ രൂപത്തിൽ തന്നെ നമുക്കിതിൽ 7 പോയിന്റായിട്ട് ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. 3 മാർക്ക് ആയതുകൊണ്ട് നമുക്കൊരു 3-4 പോയിന്റ് എഴുതിയാലും മതി. എന്നിരുന്നാലും ഞാൻ 7 പോയിന്റ് പറയുന്നുണ്ട്. അതിൽ എളുപ്പമുള്ള 3-4 പോയിന്റ് എഴുതിയാൽ മതി. സമൂഹത്തെ കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി. ഒരു കോളത്തിൽ സോഷ്യോളജിയുടെ കോളത്തിൽ 1ാമത്തേത് സമൂഹത്തെ കുറിച്ചുള്ള പഠനം. ഇപ്പൊ തൊട്ടപ്പുറത്ത് പൊളിറ്റിക്കൽ സയൻസിന്റെ കോളത്തിൽ എഴുതുന്നത് ഭരണകൂടത്തെ കുറിച്ചുള്ള പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ്. ഇനി സോഷ്യോളജിയുടെ 2ാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുടുംബം, സാമ്പത്തിക ശാസ്ത്രം, മതം, വിദ്യാഭ്യാസം, ഭരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സോഷ്യോളജി. പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് പറയുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തെയും ഗവൺമെന്റിനെയും കുറിച്ച് പഠിക്കുന്നു. 3ാമത്തേതാണ് സാമൂഹ്യ ജീവിയായ മനുഷ്യനെ കൈകാര്യം ചെയ്യുന്നതാണ് സോഷ്യോളജി. 3ാമത്തെ വ്യത്യാസം. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭരണകൂടം എന്ന ഒരൊറ്റ മാനുഷിക സംഘടനാ രൂപത്തെ കുറിച്ചുള്ളതാണ്. 4ാമത് പറയുന്നത് സോഷ്യോളജി ഒരു പൊതുശാസ്ത്രമാണ്. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ശാസ്ത്രമാണ്. 5ാമത് പറയുന്നത് സംഘടിത സമൂഹങ്ങൾ എന്ന പോലെ അസംഘടിത സമൂഹത്തെ, സംഘടിത പോലെ തന്നെ അസംഘടിതത്തെ കുറിച്ച് പഠിക്കുന്ന സോഷ്യോളജി. എന്നാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സംഘടിത സമൂഹങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. 6 സോഷ്യോളജി മനുഷ്യന്റെ അബോധ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുക. അബോധ പ്രവർത്തനങ്ങൾ. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ബോധപൂർവമായ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. 7ാമത് മനുഷ്യൻ എന്തുകൊണ്ട് രാഷ്ട്രീയ ജീവിയായി എന്ന് വിശദീകരിക്കാൻ പറയുന്നുണ്ട് സോഷ്യോളജി പറയുന്നുണ്ട്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു രാഷ്ട്രീയ ജീവിയാണെന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് പൊളിറ്റിക്കൽ സയൻസ് ആരംഭിക്കുന്നത്. ഇനി ഇത് അറിയാത്ത ഒരാളാണെങ്കിൽ അതിൽ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ദി സ്റ്റാറ്റസ് ആൻഡ് റോൾ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കണക്ഷൻ ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് സൈക്കോളജി. 9ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസ് ആൻഡ് റോൾ എന്ന് പറയുന്നത് സോഷ്യോളജിയുമായിട്ട് സാമൂഹ്യ ശാസ്ത്രവുമായിട്ടും അതേപോലെ തന്നെ മനഃശാസ്ത്രവുമായിട്ട് എങ്ങനെ ബന്ധമുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു സമൂഹത്തിൽ തന്നെ കാലം മാറുന്നതിനനുസരിച്ച് പദവിയും പങ്കും മാറുന്നുണ്ട്. വ്യത്യസ്ത സമൂഹങ്ങളിൽ ഓരോ പ്രത്യേക കാലഘട്ടത്തിലും അത് മാറിക്കൊണ്ടിരിക്കും. സാമൂഹ്യ ഘടനയിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം, വർഗം, തരം എന്നിവയെ കുറിച്ചാണ് പദവി. മറ്റാളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സാമൂഹ്യ ഇടത്തിൽ ഒരാളുടെ സ്ഥാനം എവിടെയാണെന്ന് പദവി സൂചിപ്പിക്കുന്നു. അതേസമയം സാമൂഹിക പങ്ക് സൂചിപ്പിക്കുന്ന അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ സാമൂഹിക നിർവഹണത്തെക്കുറിച്ചുള്ള കർത്തവ്യപരവും
ചലനാത്മകപരമായ ഒരു സാമാന്യ സങ്കല്പമാണ്. ഈ രണ്ട് പ്രതിഭാസങ്ങളും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ് പതിവ്. സാമൂഹ്യ ശാസ്ത്രമായ സാമാന്യ സങ്കല്പങ്ങളും സാമൂഹ്യ ശാസ്ത്രമായ ഒരു പ്രതിഭാസമാണ്. പദവികളും പങ്കുകളും സാധാരണഗതിയിൽ അന്യേന ബന്ധമുള്ള പ്രതിഭാസമാണ്. ഓരോ പ്രതിഭാസത്തിന് തന്നെ രണ്ടു വശമുണ്ട്, പദവി പങ്ക്. പദവി കുറെ വിശേഷാധികാരങ്ങളും കടമകളും നൽകുമ്പോൾ അവ പ്രതിബദ്ധത്തിൽ എത്തിക്കുകയാണ് പങ്കിലൂടെ കഴിയുന്നത്. ഇനി 33ാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ ചലഞ്ചസ് ഓഫ് യൂസിങ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ടെക്നിക്ക്? എന്തൊക്കെ വെല്ലുവിളികളാണ് പാർട്ടിസിപ്പന്റ് പങ്കാളിത്തപരമായ നിരീക്ഷണത്തിൽ വരുന്നത്? ഡാറ്റ കളക്ട് ചെയ്യാൻ ഒരുപാടുണ്ട്, ഒബ്സർവേഷനും ഇന്റർവ്യൂവും അങ്ങനെ ഒരുപാടുണ്ട്. ഇതിൽ ഒബ്സർവേഷൻ തന്നെ പങ്കാളിത്തം ഉണ്ട്, പങ്കാളിത്തമല്ലാത്ത ഒബ്സർവേഷനും ഉണ്ട്. ഏകദേശം നമുക്ക് 4ാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത്. ഗൈഡിൽ 22ാമത്തെ പേജിൽ വരുന്നുണ്ട്. പങ്കാളിത്ത ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യുന്ന ആള്, നിരീക്ഷിക്കുന്ന ആള് എന്താണ്, ഗവേഷകൻ. നിരീക്ഷിക്കുന്ന അതായത് ഗവേഷകൻ എന്ന് പറയും. അദ്ദേഹം പഠനം നടത്തുന്നത് ഒരു സമൂഹത്തിലോ സമുദായത്തിലുള്ള ആളുകളുടെ ഒപ്പം ജീവിച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കണം. മറ്റുള്ളവരുടെ ജീവിതം കണ്ടു മനസ്സിലാക്കണമെങ്കിൽ വെറുതെ നോക്കിയിട്ട് കാര്യമില്ല, അവരൊപ്പം ജീവിച്ച് പഠിക്കണം. അങ്ങനെ അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി ഇടപെടുന്നു. ദൈനംദിന ജീവിതത്തിൽ പരിപാടികൾ, ഉത്സവങ്ങൾ, അതൊക്കെ മറ്റുള്ളവർ ചേരുമ്പോൾ ഗവേഷകനും അതിൽ പങ്കാളിയാകുന്നു. അപ്പൊ അതിന്റെ സ്വഭാവങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാവും. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താ വെച്ചാൽ സംഘത്തിന്റെ സ്വാഭാവിക പെരുമാറ്റം രേഖപ്പെടുത്താൻ ഗവേഷകന് കഴിയും. അതേപോലെ തന്നെ സംഘത്തിൽ പെടാത്ത ഒരാൾക്ക് അറിയാൻ കഴിയാത്ത വിവരങ്ങൾ പോലും ശേഖരിക്കാം. 3, ഒരു ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലോ മറ്റോ ശേഖരിക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് നേരിട്ട് കണ്ടറിയാം. ഇനി ഇതേപോലെ തന്നെ പങ്കാളിത്ത നിരീക്ഷണങ്ങൾ ഒരുപാട് ദോഷങ്ങളുണ്ട്. 3 ദോഷങ്ങളുണ്ട്. ഗവേഷകൻ സംഘാംഗമായി മാറുമ്പോൾ നിരീക്ഷണത്തെ വൈകാരികത്വം സ്വാധീനിക്കും, തന്മൂലം അത് വസ്തുനിഷ്ഠമല്ലാതാവും. 2, ഗവേഷകന്റെ അനുഭവ സമ്പത്ത് പരിമിതമാകും. 3, സംഘാംഗമായിരിക്കെ അനുഭവങ്ങൾ തത്സമയം രേഖപ്പെടുത്താനാവില്ല. അനുഭവം രേഖപ്പെടുത്തുന്നത് നീട്ടിവെക്കുമ്പോൾ കൃത്യത നഷ്ടപ്പെടുന്നതാണ്. ഇനി അടുത്ത 34, ഡിസ്കസ് ഹൗ കാസ്റ്റ് ആൻഡ് എക്കണോമിക്സ്. ജാതിയും അതേപോലെ തന്നെ സമ്പത്ത് വ്യവസ്ഥയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പാഠം തന്നെ നമുക്ക് വരുന്നുണ്ട്. ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് 27ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഒരാൾ ഒരു വർഗത്തിൽ ജനിക്കുകയും ആ വർഗത്തിൽ നിന്ന് മാറാൻ യാതൊരു മാർഗവുമില്ലാത്ത വിധത്തിൽ അയാളുടെ പദവി മുൻകൂട്ടി നിർണ്ണയിക്കുക, അതാണ് ജാതി എന്ന് പറയുന്നത്. ജാതിയുടെ ഒരുപാട് സവിശേഷതകളുണ്ട്. അത് ഇതിന്റെ സമൂഹം അനേക ജാതികളായിട്ട് വിഭജിക്കുന്നുണ്ട്. ഓരോ ജാതിയും സ്വന്തമായ ജീവിത രീതികൾ വളർത്തിയെടുക്കുന്നു. ജനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാതി നിശ്ചയിക്കുന്നത്. വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടല്ല. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് പറയുന്നത് വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടല്ല, ജാതി പാരമ്പര്യമാണ് എന്നുള്ളതാണ്. ഹൈന്ദവ സമൂഹം ഉച്ചനീതിത്വങ്ങൾ അധിഷ്ഠമാണ്. ജാതി വ്യവസ്ഥയ്ക്ക് വ്യക്തമായ സാമൂഹ്യ കീഴ്വഴക്കങ്ങളുണ്ട്. ഭക്ഷണമായിക്കോട്ടെ, സാമൂഹികപരമായി പരസ്പര ഇടപെടലുകൾ എന്നീ കാര്യങ്ങൾ നിയന്ത്രണം ഉണ്ടായിരുന്നു. ഓരോ ജാതിക്കും സാമ്പ്രദായികമായ പേരുണ്ട്. പിന്നെ ജാതി വിലക്കുകൾ സങ്കീർണമാണോ? ഈ വിലക്കുകൾ നടപ്പിലാക്കി ഓരോ ജാതിക്ക് ആചാരപരമായ തങ്ങളുടെ പരിശുദ്ധി പരീക്ഷിച്ചു. ഓരോ ജാതിയും അതിൻ്റെതായിട്ടുള്ള ഉപസംസ്കാരം വളർത്തിയെടുത്തു. ഭക്ഷണം, സാമൂഹികപരമായ പരസ്പര ഇടപെടലുകൾ എന്നീ കാര്യങ്ങൾ നിയന്ത്രണം ഉണ്ടായിരുന്നു. പിന്നെ സ്വഗണ വിവാഹമാണ്. വിവാഹത്തിന് ജാതിപരമായ നിയന്ത്രണമുണ്ട്. ജാതി എന്നത് പരസ്പരം വിവാഹം കഴിക്കുന്നവരുടെ ഒരു സമൂഹമാണ്. സ്വജാതി വിവാഹം മാത്രമേ അനുവദിക്കപ്പെടുന്നുള്ളൂ. ഇനി അടുത്ത ചോദ്യമാണ് 35. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും എക്സ്പ്ലെയിൻ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അസിമിലേഷൻ ആൻഡ് സോഷ്യൽ. എന്തൊക്കെയാണ് അസിമിലേഷനും സോഷ്യലൈസേഷനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്? ഇത് ഈ അസിമിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് 11ാമത്തെ ചാപ്റ്ററിൽ തന്നെ വരുന്നുണ്ട്. അസിമിലേഷൻ എന്താണെന്നുള്ളത്, അതായത് സാത്മീകരണം എന്ന് പറയും. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ സാത്മീകരണം എന്ന് പറയുന്നുണ്ട്. അതായത് വ്യക്തികളും ഗ്രൂപ്പുകളും മറ്റു വ്യക്തികളോ ഗ്രൂപ്പുകളുമായി കൂടിച്ചേരുമ്പോൾ സംഭവിക്കുന്നതാണ് സാത്മീകരണം. വ്യക്തികളും ഗ്രൂപ്പുകളും മറ്റു വ്യക്തികളുമായിട്ടോ ഗ്രൂപ്പുകളുമായോ ചേരുമ്പോൾ സംഭവിക്കുന്നതാണ് സാത്മീകരണം. അപര വ്യക്തിയുടെ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ജീവിത സാഹചര്യങ്ങളോട് ഇണങ്ങുകയും ഒപ്പം തന്നെ അവരുടെ സംസ്കാരം, ആഭിമുഖ്യങ്ങൾ, മൂല്യങ്ങൾ, ജീവിത രീതികൾ എന്നിവ സ്വാംശീകരിച്ചു സ്വന്തമാക്കുകയും ചെയ്യുന്നു. വ്യത്യസ്തമായ 2 ഗ്രൂപ്പുകൾ ഒന്നായി വലയം പ്രാപിക്കുന്നതാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയുന്നത് ഇതില് എന്താണ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് 19ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. എന്താണ് സോഷ്യലൈസേഷൻ? ഇത് ഓരോന്നിനും ഓരോ മാർക്കാണ്. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ
വ്യക്തികൾ ഗ്രൂപ്പിന്റെ മാനദണ്ഡങ്ങളായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. വ്യക്തികൾ ഗ്രൂപ്പിന്റെ മാനദണ്ഡങ്ങളായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. ശിശുരോഗത്തിൽ ജനിക്കുന്നത് ഒരു ജൈവ വസ്തുവായിട്ടാണ്. അതിന് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ആ ശിശു പതുക്കെ സാമൂഹ്യ ജീവിയായി വാർത്തപ്പെടുന്നു. അവൻ പ്രവർത്തിക്കുന്നതിനും അനുഭവിക്കുന്നതിനുമുള്ള സാമൂഹ്യ രീതികൾ പഠിക്കുന്നു. സാമൂഹ്യ ജീവിയെ വാർത്തെടുക്കുന്ന പ്രക്രിയയില്ലാതെ സമൂഹത്തിന് തുടരാനാവില്ല, സംസ്കാരത്തിന് നിലനിൽക്കാനാവില്ല, വ്യക്തിക്ക് ആളാകാനും സാധ്യമല്ല. ഈ പ്രക്രിയയുടെ പേരാണ് സാമൂഹ്യവൽക്കരണം എന്ന പേരുകൾ. ഇനി ഇത് അറിയാത്തവര്, വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് റോൾ തിയറി? എന്താണ് റോൾ തിയറി? ഹൗ ഡസ് ദി പ്രോസസ് ഓഫ് റോൾ ടേക്കിംഗ് ഹെൽപ്പ് ഡെവലപ്പിംഗ്? എങ്ങനെയാണ് റോള് പേഴ്സണൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്? അപ്പൊ ഈ റോൾ എന്ന് പറയുന്നത് പങ്കാണ്, അല്ലെ? അതായത് ഒരു വ്യക്തിയുടെ ബിഹേവിയറും ആക്ഷനും വളരെയധികം ഡിറ്റർമൈൻ ചെയ്യുന്നത് റോളിലൂടെയാണ്. ഒരു സാമൂഹ്യപരമായിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചർ ആകാം, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷകളാകാം, നോംസ് ആകാം, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? സോഷ്യൽ റൂൾ ആൻഡ് പൊസിഷനാണ് പ്രധാനപ്പെട്ട ബേസിക് പ്രിൻസിപ്പിൾസ് റോൾ തിയറിയിൽ വരുന്നത്. സോഷ്യൽ റോളാണ്, സാമൂഹികപരമായിട്ടുള്ള പങ്കും സ്ഥാനവുമാണ്. അതേപോലെ തന്നെ ബിഹേവിയർ, സ്വഭാവപരമായിട്ടുള്ള പ്രതീക്ഷകളുണ്ടാവും ഓരോരുത്തരെ കുറിച്ചിട്ട്. ഇപ്പം റോൾ പെർഫോമൻസ് വരുന്നുണ്ട്, റോൾ കോൺഫ്ലിക്റ്റ് ആൻഡ് സ്ട്രെയിൻ വരുന്നുണ്ട്, സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് കൺഫർമിറ്റി വരുന്നുണ്ട്, റോൾ ടേക്കിംഗ് വരുന്നുണ്ട്, റോൾ സ്ട്രെയിൻ വരുന്നുണ്ട്, റോൾ അക്യുമുലേഷൻ വരുന്നുണ്ട്, റോൾ തിയറി ആസ് എ ഫ്രെയിം വർക്ക് വരുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്നത്. 3 മാർക്കായാലും ഒരു പോയിന്റ് എഴുതിയാലും മതി, എല്ലാ തിയറി ആയാലും ഉണ്ടാവണം എന്നുള്ളതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ അവതരിപ്പിക്കാണ്ട് അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ 2025 ഒക്ടോബർ ബാച്ചിക്കുള്ള SSLC +2 പരീക്ഷ നടക്കുന്നുണ്ട്, അഡ്മിഷൻ നടക്കുന്നുണ്ട്. അതുപോലെ ഈ വരുന്ന ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ നടക്കുന്ന ഓൺ ഡിമാൻഡിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC +2ലേക്കുള്ള അഡ്മിഷൻ നൽകുന്നുണ്ട്. ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അഡ്മിഷൻ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.